സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അനർഹരായ 12.5 ലക്ഷം പേർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി റവന്യൂ വകുപ്പ്. 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് ഇവരെന്ന് കണ്ടെത്തൽ. അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നവർ വില്ലേജ് ഓഫീസുകളും നേരിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുമാണ് നിബന്ധന. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വരുമാന കൂടുതലുള്ള അനർഹരായിട്ടുള്ള 12 ലക്ഷത്തോളം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമുള്ളവർ തെറ്റായ വിവരങ്ങൾ നൽകി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വകുപ്പ് കണ്ടെത്തിയത്. ഇനി മുതൽ പെൻഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർമാർ നേരിട്ട് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ ഓഫീസുകളിലേക്ക് അയച്ച് അവിടെ നിന്നും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ക്ഷേമ പെൻഷൻ പട്ടികയിലെ അനർഹരെ കണ്ടെത്താൻ ബൂത്ത് തല ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിത നിലവാരങ്ങളുടെ അടിസ്ഥാനത്തിലും ഇവരെ കണ്ടെത്തി പട്ടികയിൽ നിന്നും പുറത്താക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ പറ്റിയവരിൽ നിന്നും എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ബൂത്ത് തല ഉദ്യോഗസ്ഥർക്കോ വില്ലേജ് ഓഫീസർമാർക്കോ നിർദ്ദേശം നൽകിയിട്ടില്ല. പെൻഷൻ പറ്റുന്നവരിൽ മരണപ്പെട്ടവരെ അതത് സമയങ്ങളിൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. ഇവരെ ഒഴിവാക്കുന്നത് തന്നെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. ഇതിനു പുറമെയാണ് അനർഹരെ കണ്ടെത്താനായി വരുമാനം പരിശോധിക്കുന്നതും. ജനം, തിരുവനന്തപുരം.